ഹലോ, ആർട്ടിസ്റ്റ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ വർക്കല 10ാമത്തെ ദിവസമാണ് ഇപ്പോൾ എൻ്റേത്. അപ്പം രാവിലെ നമ്മൾ എന്നത്തെയും പോലെ എഴുന്നേറ്റു, വെള്ളമെല്ലാം കുടിച്ചു, രാവിലെ യോഗയ്ക്ക് പോയി. യോഗ ഒരു മണിക്കൂറുണ്ട് യോഗ. അപ്പോൾ യോഗയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുടിച്ചു. പിന്നെ വെയിറ്റ് നോക്കി, ഷുഗർ നോക്കി, പിന്നെന്തുവാ, അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന്. ഇന്നിപ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റാണുള്ളത്. 11:30 നമുക്ക് 11 മണിയോടുകൂടി നമുക്ക് ഇവിടുന്ന് റിലീവ് ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ 11:30 ഇവിടെ ഒരു യോഗയുടെ ഒരു ക്ലാസ് കൂടെ ഉണ്ട്, ഡയബറ്റിക്സിൻ്റെ ഒരു ക്ലാസ് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഞാൻ പോകത്തുള്ളൂ. 12 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ പോകുന്നുള്ളൂ. അപ്പം അതുവരെ ഞാനിവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് രാവിലെ, അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ വരുന്ന ദിവസം, നമ്മളിവിടെ എത്തുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുവരണം. ചോറോ നമുക്ക് എന്തോ ഇഷ്ടമോ അത് കൊണ്ടുവരാം. പിന്നെ നമുക്ക് വൈകിട്ട് കഴിക്കാനായിട്ട് നമുക്ക് ഫ്രൂട്ട്സാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. നമ്മൾ സ്വന്തമായിട്ടാണ് അത് കൊണ്ടുവരേണ്ടത്. അപ്പം ആ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം മറ്റേ റോബസ്റ്റ പഴമായിരിക്കാം, പേരയ്ക്കയായിരിക്കാം, ആപ്പിളായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് കോമൺ ആയിട്ട് നമുക്കൊരു സൂപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സൂപ്പ് എല്ലാവർക്കും അന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവിയലാണ് കിട്ടുന്നത്. അത് 10 മണിക്കാണ് കിട്ടുന്നത്. രാവിലത്തെ കുമ്പളങ്ങ ജ്യൂസിന് ശേഷം കിട്ടുന്ന 10 മണിയുടെ അവിയലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നുമില്ല. 10 മണിയുടെ അവിയൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് 4:30 വരെ നമുക്ക് ഒന്നുമില്ല. അപ്പം 4:30 നമുക്ക് കിട്ടുന്നത് സാലഡാണ്. മറ്റേ കുക്കുംബറും ക്യാരറ്റും ഒക്കെ സ്ലൈസ് ചെയ്തിട്ട് ഒരു സാലഡാണ് നമുക്ക് കിട്ടുന്നത്. സംഭവം 2 നേരം ഉള്ളെങ്കിലും ഒരുപാട് സാധനം അവർ നമുക്ക് തരും. ക്വാണ്ടിറ്റി ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതോടുകൂടി നമ്മൾ അങ്ങ് വെറുക്കും, നമുക്ക് അങ്ങ് മതിയാവും. സംഭവങ്ങളെല്ലാം നമുക്കങ്ങ് മതിയാവും. അതോടുകൂടി നമുക്ക് അവിയൽ വേണ്ട, നമുക്ക് കഴിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. അപ്പം അതിന് ശേഷമാണ് നമുക്ക് അവർ ഈ ജ്യൂസ് ആക്കുന്നത്, ഫാസ്റ്റിംഗ് തുടങ്ങുന്നത്. മൂന്നാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും. അത് വരുന്ന ആളുടെ ആരോഗ്യം പോലെ. ചിലർ വണ്ണമൊന്നും കാണത്തില്ല, അത്രത്തോളം ശരീരത്തിനൊന്നും പോകണമെന്നില്ല, അസുഖം മാത്രമേ കാണത്തുള്ളൂ. ചിലർക്ക് നല്ല വണ്ണം കാണും, അസുഖവും കാണും. അപ്പോൾ ഈ വണ്ണമുള്ള, അപ്പോൾ എന്നെപ്പോലെയൊക്കെ ഉള്ളവർക്ക് 3ാമത്തെ ദിവസം തൊട്ട് ജ്യൂസാണ്. ഫാസ്റ്റിംഗ് തുടങ്ങി. ഫാസ്റ്റിംഗ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഫാസ്റ്റിംഗ് നമുക്ക് ഇത്ര സമയത്തുള്ള ഏകദേശം 5-6 സമയത്തുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പം ലാസ്റ്റ് ദിവസത്തിന് തൊട്ട് മുമ്പ്, അതായത് 10 എൻ്റെ 10ാമത്തെ ദിവസമാണ്. അതിന് തൊട്ട് മുമ്പ് ഇന്നലത്തെ ദിവസം 9ാമത്തെ ദിവസം നമുക്ക് രാവിലെ സാലഡായിരുന്നു. എനിക്കത് അത്ര എന്ന് വെച്ചാൽ നമുക്ക് ജ്യൂസിൽ ഇങ്ങനെ വന്ന് നമുക്ക് സാലഡ് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഡോക്ടർ പറയുന്നത്, അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ജ്യൂസ് ആയാലും മതി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അല്ല, നമ്മൾ സോളിഡായിട്ട് കഴിച്ചിട്ട് വേണം അവർക്ക് ഇവിടെ നിന്ന് നമ്മളെ വിടാനായിട്ട്. അപ്പം അതിനാണ് അവരിന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കട്ടിയുള്ള ആഹാരത്തിലേക്ക് നമ്മളെ കയറ്റിയിട്ട് അവരിവിടുന്ന് നമ്മളെ റിലീവ് ചെയ്തോളൂ. ഓക്കെ. അപ്പം ഇന്നലെ വൈകിട്ട് അവിയലായിരുന്നു. അപ്പം അതും എനിക്ക് ഇച്ചിരി പാടായിരുന്നു. ഞാൻ കുറച്ചേ കഴിച്ചിട്ടൊക്കെ ഉള്ളൂ. പഴം കിട്ടും കേട്ടോ, അപ്പോൾ പഴം നമ്മൾ കഴിക്കും. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക്, അപ്പം ഇന്ന് നമ്മൾ 10ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 10 മണിക്ക് നമുക്ക് അവിയൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇതാണ് അവിയലെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരറ്റ്, പച്ചക്ക, നമ്മൾ മലക്കറി കടയിൽ നിന്ന് കിട്ടുന്ന പച്ചക്ക, തക്കാളി, ഇത്രയും മാത്രമാണ്, ചേന, ഇത്രയും മാത്രം ഇട്ടുള്ള ഒരു ഗംഭീര അവിയലാണ്. ഒരുപാട് പച്ച തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പയർ മുളപ്പിച്ചതും കൂടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് പോകണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് കഴിക്കാൻ എടുക്കുമ്പം എന്തോ ഒരു മണം എന്ന് വെച്ചാൽ ഇതൊന്ന് ക്യാരറ്റ് നമുക്ക് പിടിക്കാത്തതാണോന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് പേർക്കും അവിയലങ്ങ് സെറ്റ് ആവത്തില്ല. നമുക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റിനെ പറ്റി സംസാരിക്കാം. വെയിറ്റ് ലോസ് എനിക്ക് 2,900 കുറഞ്ഞു. അതായത് എൻ്റെ ഇവിടെ വന്നപ്പോൾ ഉള്ള വെയിറ്റ് 80,900 ആയിരുന്നു. 80,900. അപ്പം ഇപ്പം 78 മനസ്സിലായില്ലേ? പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് കൂടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിവിടെ സുഖലോലുപരായിട്ടിരുന്ന് 4 നേരം 6 നേരം ജ്യൂസ് എല്ലാം കുടിച്ച് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ അതെല്ലാം കുടിച്ച് നമ്മൾ ലാവിഷായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരുന്ന ഒരു സമയമാണ് ഇത്രയും സമയം. ഇനി നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ബിസി ആവും, നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവും. അപ്പോഴും നമുക്ക് അതനുസരിച്ച് നമുക്ക് ഫുഡ് കഴിക്കണമെന്നൊക്കെ തോന്നും. അപ്പം നമ്മളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരാം. എന്നാലും നമ്മളെല്ലാവരും ശപഥം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ കുറേ നാൾ പോകും. ഈ ഫുഡ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡെല്ലാം നിങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ചെറിയ മീലൊക്കെ കഴിക്കണം. രാത്രി
കഴിവതും കഴിക്കേണ്ട, അപ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും. അതിന് പകരം നമ്മളിവിടെ ഉണ്ടാക്കുന്ന സൈസ് ഏതെങ്കിലും ഒരു സൂപ്പ് കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബില്ല് പേ ചെയ്യണം, പിന്നെ നമുക്ക് പോകണം. ഓക്കെ, അപ്പം ബില്ല് പേ ചെയ്തിട്ട് അടുത്ത വ്ളോഗ് ചെയ്യാം. സെറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വ്ളോഗിൽ കാണാം.